ട്രിഗ്നോമെട്രി എക്സസൈസ് 8.4 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചെയ്തു. ഇനി സെക്കൻഡ് എന്താണെന്നുള്ളത് നോക്കാം. cos a by 1 plus sin a plus 1 plus sin a by cos a equal to 2 sec എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം LHS cos a by 1 plus sin a plus 1 plus sin a by cos a ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ രണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LCM cos a ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. cos a ഇൻറ്റു cos a cos സ്ക്വയർ എ ആയി പ്ലസ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ. ഇനി cos സ്ക്വയർ എ പ്ലസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ cos a ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ഇവിടെ cos സ്ക്വയർ എയും സൈൻ സ്ക്വയർ എയും എന്തായി ആഡ് ചെയ്യുമ്പോൾ 1 ആയി. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 2 സൈൻ എ ഡിവൈഡ് ബൈ cos a ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ഇവിടെ 1 പ്ലസ് 1 എന്തായി 2 2 പ്ലസ് 2 സൈൻ എ ഡിവൈഡ് ബൈ cos a ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ഇനി അതിൽ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ cos a ഇൻറ്റു 1 പ്ലസ് സൈൻ എ. അപ്പോൾ 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ ക്യാൻസൽ ആയി പോകും. 2 ബൈ cos a 2 ബൈ cos a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 sec a ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എത്രയും ചെയ്യേണ്ടത്? LCM എടുക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം എക്സ്പാൻഡ് ചെയ്തിട്ട് ഷോർട്ട് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ബൈ cos a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sec a. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ tan θ ബൈ 1 മൈനസ് cot θ പ്ലസ് cot θ ബൈ 1 മൈനസ് tan θ ഈക്വൽ ടു 1 പ്ലസ് sec θ cosec θ. അപ്പോൾ LHS എടുക്കുന്നു. ഇതിൽ നമ്മൾ tan θ എന്നുള്ളത് എന്ത് ചെയ്യുക? sin θ ബൈ cos θ എന്ന് കൊടുക്കുക. അതുപോലെ cot θ എന്നുള്ളത് cos θ ബൈ sin θ. അപ്പോൾ tan θ നമ്മൾ മാറ്റുമ്പോൾ sin θ ബൈ cos θ ഡിവൈഡ് ബൈ 1 മൈനസ് cos θ ബൈ sin θ എന്ന് വരും. പ്ലസ് ഇവിടെ cot θ എന്ന് പറയുന്നത് cos θ ബൈ sin θ ഡിവൈഡ് ബൈ 1 മൈനസ് sin θ ബൈ cos θ. ഇനി ഇതിൽ നമ്മൾ sin θ ബൈ ഈ cos θ ഡിനോമിനേറ്ററിൽ വരും. ഇവിടെ cos θ എന്ന് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 1 മൈനസ് അതായത് 1 മൈനസ് cos θ ബൈ sin θ എന്നുള്ളത് ഈ sin θ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി? sin θ മൈനസ് cos θ ഡിവൈഡ് ബൈ sin θ എന്ന് വരും. പ്ലസ് അതുപോലെ ഇവിടെ cos θ ഡിവൈഡ് ബൈ sin θ ഇൻറ്റു ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു cos θ cos θ മൈനസ് sin θ ഡിവൈഡ് ബൈ cos θ വരും. ഇനി ഈ cos θ എന്താവും? മുകളിലേക്ക് പോകും. അപ്പോൾ sin θ ഇൻറ്റു sin θ എന്നുള്ളത് എന്തായി? sin സ്ക്വയർ θ ഡിവൈഡ് ബൈ cos θ ഇൻറ്റു sin θ മൈനസ് cos θ എന്ന് കിട്ടി ഇവിടെ. അതുപോലെ ഇവിടെ പ്ലസ് ഈ cos θ മുകളിൽ പോകും. cos θ ഇൻറ്റു cos θ cos സ്ക്വയർ θ ഡിവൈഡ് ബൈ sin θ ഇൻറ്റു cos θ മൈനസ് sin θ എന്ന് വന്നു. ഇനി ഇവിടെ നമുക്ക് sin θ മൈനസ് cos θ ആണുള്ളത്. ഇവിടെ cos θ മൈനസ് sin θ ആണുള്ളത്. അപ്പോൾ അതിൽ ഈ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്തായി? sin θ മൈനസ് cos θ. ആ മൈനസ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. അതായത് cos θ മൈനസ് sin θ എന്നുള്ളത് sin θ മൈനസ് cos θ എന്ന് എഴുതുക. അപ്പോൾ ആ മൈനസ് ഇവിടെ വരും. അപ്പോൾ sin സ്ക്വയർ θ ഡിവൈഡ് ബൈ cos θ ഇൻറ്റു sin θ മൈനസ് cos θ മൈനസ് cos സ്ക്വയർ θ ഡിവൈഡ് ബൈ sin θ ഇൻറ്റു sin θ മൈനസ് cos θ. ഇനി നമ്മൾ ആദ്യം LCM എടുക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ sin θ മൈനസ് cos θ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്.
കോസ് തീറ്റ ഉണ്ട്, ഇവിടെ സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അത് LCM എടുത്തിട്ട് പിന്നെ നമുക്ക് ഇനിയും ഷോർട്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ അടുത്തത് ഇത് നമ്മൾ LCM എന്താണ്? കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇത്രയാണ് LCM വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ രണ്ടിലും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഈ സൈൻ തീറ്റനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക, ഈ കോസ് തീറ്റനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടെ എന്താവും? സൈൻ ക്യൂബ് തീറ്റ എന്നാവും. അതുപോലെ ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താവും? കോസ് ക്യൂബ് തീറ്റ. ഇനി നമ്മൾ അടുത്ത ഐഡന്റിറ്റി എന്താണ്? ഐഡന്റിറ്റി എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, എ എന്നുള്ള പ്ലേസിൽ സൈൻ ക്യൂബ് തീറ്റ, എ സൈൻ തീറ്റയും ബി കോസ് തീറ്റയും. അപ്പോൾ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ, എ സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഡിനോമിനേറ്റർ അതേപോലെ എഴുതുക. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസലായി. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ നമുക്ക് ക്യാൻസലായി പോയി. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഡിവൈഡ് ബൈ ഈ കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ടാവും. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ, ഇത് അങ്ങനെ എഴുതി. അപ്പോൾ ഇത് 1 ആയിപ്പോയി. പ്ലസ് 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കൊസിക് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 പ്ലസ് സി കെ ബൈ സി കെ ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ. ഇതിൽ നമുക്ക് RHS എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ RHS എടുത്തു. RHS സൈൻ സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എനെ നമുക്ക് മാറ്റണം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 നമ്മുടെ ഐഡന്റിറ്റി. അപ്പോൾ അവിടെ സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ എ. 1 മൈനസ് കോസ് സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ. ഇനി ഈ 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. 1 പ്ലസ് കോസ് എ, 1 പ്ലസ് കോസ് എ എന്ന് പറയുന്നത് 1 പ്ലസ് 1 ബൈ, അതായത് നമുക്കിപ്പോൾ 1 പ്ലസ് കോസ് എ ആണ് കിട്ടുന്നത്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 പ്ലസ് 1 ബൈ സി കെ. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ സി കെ പ്ലസ് 1 ഡിവൈഡ് ബൈ സി കെ ദാറ്റ് ഈസ് ഈക്വൽ ടു LHS. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. LHS എടുത്തിട്ട് RHSലേക്ക് കൊണ്ടുവരാം, RHS എടുത്തിട്ട് LHSലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ 6th ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 6th ക്വസ്റ്റ്യൻ, root of 1 plus sin a by 1 minus sin a equal to ck plus tan a. അപ്പോൾ ഇതിനാ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എ ഇൻറ്റു ഈ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? LHS. റൂട്ടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ 1 പ്ലസ് സൈൻ എ കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് സൈൻ എ. അപ്പോൾ ഇതെന്തായി? നമുക്ക് റൂട്ടിനുള്ളിൽ 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് റൂട്ട് ഓഫ്
1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്താണ്? കോസ് സ്ക്വയർ എ ആണ്. അപ്പോൾ ഇതിനി റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ പോകും. 1 പ്ലസ് സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സി കെ പ്ലസ് ടാൻ എ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ബൈ കോസ് എ. അപ്പോൾ 1 ബൈ കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സി കെ പ്ലസ് സൈൻ എ ബൈ കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ എൽ എച്ച് എസ് എടുക്കുന്നു നമ്മൾ. എൽ എച്ച് എസിൽ ഇവിടെ സൈൻ തീറ്റ മൈനസ് 2 സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 2 കോസ് ക്യൂബ് തീറ്റ മൈനസ് കോസ് തീറ്റ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ രണ്ടിലും നമുക്ക് സൈൻ തീറ്റ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ എന്നുള്ളത് പുറത്തേക്ക് എടുക്കുക. ഇവിടെ നമുക്ക് എല്ലാം ക്യാൻസൽ ആയി, എന്നിട്ട് ടാൻ തീറ്റ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന വിധത്തിൽ സൈൻ തീറ്റ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു ഇവിടെ. അപ്പോൾ 1 മൈനസ് ഇവിടെ 2 സൈൻ സ്ക്വയർ തീറ്റയാണ് ഉള്ളത് ഡിവൈഡ് ബൈ, ഇവിടെ നമ്മൾ കോസ് തീറ്റ കോമൺ ആയിട്ടുണ്ട് പുറത്തേക്ക് എടുത്തു. കോസ് തീറ്റ എടുത്തപ്പോൾ ഇവിടെ എന്താണ്? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മാത്രമേ നമുക്ക് ഇനി ബാക്കിയാവാൻ പാടുള്ളൂ. അതാണ് ടാൻ തീറ്റ. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ആവണമെങ്കിൽ ഇതിനെ നമ്മൾ ഒരേപോലെ ആവണം അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു? സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2, ഈ സൈൻ സ്ക്വയർ തീറ്റേനെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കുക, നമ്മുടെ ഐഡൻറ്റിറ്റി, ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇനി സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ 1 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 2 മൈനസ് 2 പ്ലസ്, അപ്പോൾ 2 പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1. അപ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു അവിടെ എന്ത് വരുന്നു? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് കിട്ടി. അത് രണ്ടും ക്യാൻസലായി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ ഇത് ഒരേപോലെ ആവുന്ന വിധത്തിൽ ഇതിനെ മാറ്റാൻ വേണ്ടി ഓർമ്മിക്കുക. സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി കൊണ്ടുവരിക. അപ്പോൾ അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ 8th ക്വസ്റ്റ്യൻ സൈൻ എ പ്ലസ് കോസിക് എ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സി കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ ആണ്. അപ്പോൾ 6 എൽ എച്ച് എസ് എടുക്കുക. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായി? സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കോസിക് എ പ്ലസ് കോസിക് സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ മാറ്റിയതിന്. അതുപോലെ ഇവിടെ കോസ് സ്ക്വയർ എ പ്ലസ് 2 കോസ് എ സി കെ പ്ലസ് സീക് സ്ക്വയർ എ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? അടുത്തത് സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കോസിക് എ, അതായത് സൈനും കോസിക് എന്ന് പറയുന്നത് എന്താ? 1 ബൈ സൈൻ ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ആയിട്ട് അവിടെ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ 2 സൈൻ എ കോസിക് എ എന്നുള്ളത് സൈൻ എ കോസിക് എ ക്യാൻസൽ ആയിട്ട് 2 ആയി, പ്ലസ് കോസിക് സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് ഇവിടെ 2 കോസ് എ സി കെ എന്നുള്ളത് 2 ആവും, പ്ലസ് സീക് സ്ക്വയർ എ. ഇനി നമുക്കിവിടെ എന്താണ് കിട്ടേണ്ടത്? 7 ടാൻ സ്ക്വയർ എ കോഡ് സ്ക്വയർ. അപ്പോൾ കോസിക്കും ഇല്ല സീക്കും ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെയെല്ലാം മാറ്റാം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്തായി? 1 ആയി, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, പ്ലസ് ഈ കൊസിക് സ്ക്വയർ എ എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിറ്റി എന്താണ്? കൊസിക് സ്ക്വയർ എ മൈനസ് കോഡ് സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പോൾ കൊസിക് സ്ക്വയർ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോഡ് സ്ക്വയർ എ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ കൊസിക് സ്ക്വയർ എന്റെ പ്ലേസിൽ 1 പ്ലസ് കോഡ് സ്ക്വയർ എ എന്ന് കൊടുത്തു.
പ്ലസ് ഇത് 1 ആയി. ഇനി ഇവിടെ 2 ഉണ്ട്. അതുപോലെ സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പോൾ ഇവിടെ 1 3 4 പ്ലസ് 3 7 ആയി. 7 പ്ലസ് കോഡ് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 9th ക്വസ്റ്റ്യൻ കൊസികെ മൈനസ് സൈൻ എ ഇൻറ്റു സി കെ മൈനസ് കോസ് എ ഈക്വൽ ടു 1/tan a പ്ലസ് കോട്ട് എ. ഇതിൽ നമുക്ക് LHS RHS രണ്ടും എടുത്തിട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ LHS ആദ്യം എടുക്കുക. LHSൽ കൊസികെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/sin a മൈനസ് സൈൻ എ ഇൻറ്റു സി കെ എന്ന് പറയുന്നത് 1/cos a മൈനസ് കോസ് എ. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ എ സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ സൈൻ എ ഇൻറ്റു 1 മൈനസ് ഇത് കോസ് എ ഇൻറ്റു കോസ് എ കോസ് സ്ക്വയർ എ കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ കോസ് എ. ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് സ്ക്വയർ എ. കോസ് സ്ക്വയർ എ ബൈ സൈൻ എ ഇൻറ്റു ഇവിടെ സൈൻ സ്ക്വയർ എ ബൈ കോസ് എ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ് എ ഇൻറ്റു കോസ് എ കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ഇൻറ്റു സൈൻ എ. അപ്പോൾ ഓരോ സൈൻ എ കോസ് എ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? സൈൻ എ കോസ് എ എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് LHS കിട്ടുന്നത്. ഇനി RHSൽ അവിടെ 1/tan a പ്ലസ് കോട്ട് എ ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ ബൈ കോസ് എ എന്ന് എഴുതാം. അതുപോലെ കോട്ട് എ കോസ് എ ബൈ സൈൻ എ എന്ന് എഴുതാം. എന്നിട്ട് LCM എടുക്കുക. LCM എടുക്കുമ്പോൾ ഇവിടെ 1/ ഇവിടെ എന്നാ വരിക? സൈൻ എ കോസ് എ LCM. ഇതിനെ ക്ലോസ് ചെയ്യുക. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് എ ഇൻറ്റു കോസ് എ കോസ് സ്ക്വയർ എ. അപ്പോൾ ഇത് 1 ആയി. ഇത് മുകളിൽ പോകും. അതായത് 1/cos a sin a എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ന്യൂമറേറ്ററിൽ പോകും. which is equal to cos a sin a തന്നെ. therefore LHS equal to RHS. രണ്ടും നമുക്ക് സെയിം തന്നെ കിട്ടി. സൈൻ എ കോസ് എ എന്നുള്ളത് കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു നമ്മൾ ടാൻ സ്ക്വയർ എ എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഇതും ടാൻ സ്ക്വയർ എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ LHS എടുക്കുന്നു. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണുള്ളത്. 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്ക് സ്ക്വയർ എ ആണ് ഐഡൻറ്റിറ്റി. ഡിവൈഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസിക് സ്ക്വയർ എ ആണ്. ഇതിൽ ഐഡൻറ്റിറ്റി പഠിച്ച് വെച്ചാൽ മാത്രമേ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇതിൽ സി കെ എന്ന് പറയുന്നത് 1/cos a ആണ്. അതുപോലെ കൊസിക് എ എന്ന് പറയുന്നത് 1/cosic എന്ന് പറയുന്നത് സൈൻ എ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 1/cosic സൈൻ, അപ്പോൾ സൈൻ സ്ക്വയർ എ എന്ന് കിട്ടി. സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ ആണ്. ഇനി അടുത്തത് 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ 1 മൈനസ് സൈൻ എ ബൈ കോസ് എ എന്ന് കൊടുക്കുക, ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എ ബൈ സൈൻ എ എന്ന് കൊടുക്കുക ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കോസ് എ മൈനസ് സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ ഡിവൈഡ് ബൈ സൈൻ എ, എൽസിയം എടുക്കുന്നതാണ്, സൈൻ എ മൈനസ് കോസ് എ ഡിവൈഡ് ബൈ സൈൻ എ, ഇത്രയും സ്ക്വയർ വരും. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ തിരിച്ചെഴുതുക. അതായത് ഇത് എഴുതുമ്പോൾ നമുക്ക് കോസ് എ മൈനസ് സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ ഇൻറ്റു, ഇതിനെ തിരിച്ചെഴുതുക, സൈൻ എ ബൈ സൈൻ എ മൈനസ് കോസ് എ എന്ന് വരും. ഇത്രയും ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇത് സൈൻ സ്ക്വയർ എ, ഇത് കോസ് സ്ക്വയർ എ ആവും. ഇതിൽ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇനി എന്ത് ചെയ്യുക, അവിടെ
സ്പ്ലിറ്റ് ചെയ്തിടാം. കോസ് എ മൈനസ് സൈൻ എ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ എ മൈനസ് കോസ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയറും ബി മൈനസ് എ ഹോൾ സ്ക്വയർ എന്നാണ് സെയിം ആണ്. അവിടെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ. അപ്പോൾ ട്രിഗ്നോമെട്രി 8.4 എക്സസൈസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.